ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ 4 പേര് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് കുട്ടിക്കാലത്താണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട് കളിച്ചത്. അപ്പം നമ്മളിവിടെ മുണ്ടക്കയത്ത് എത്തിയിട്ടുണ്ട്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ക്രിസ്മസ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ല. അപ്പം നമ്മൾ ഇടുക്കിയിലോട്ട് പോകുന്ന വാഹനമെല്ലാം ഇവിടെ നിർത്തി. ഇവിടെ നേർച്ച ഇടാതെ പോകത്തില്ല കേട്ടോ, എല്ലാ വാഹനങ്ങളും ഇവിടെ നിർത്തി. അപ്പം ഞങ്ങൾ മോഡയിൽ പൈസ കൊടുത്ത് അവൾ നേർച്ചയ്ക്കിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ യാത്ര തുടങ്ങി. അപ്പം നമ്മുടെ 31 വള്ളിയാങ്കാവ് ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് താഴോട്ടെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നമ്മുടെ വ്യൂ തുടങ്ങുക, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് ഇടുക്കിയിലോട്ട് കയറുന്ന രംഗമാണ് അത് കേട്ടോ. ഒരു 4 മാസത്തിന് ശേഷം ഇപ്പോഴാണ് ഞങ്ങളിനി അങ്ങോട്ടൊന്ന് പോകുന്നത്. അപ്പം നല്ല രസമുണ്ട് താഴോട്ടൊക്കെ നോക്കുമ്പോൾ. ഇവിടെ ഐസ്ക്രീം കണ്ട് പിള്ളേർക്ക് രണ്ടുപേർക്കും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തിരിച്ച് വരുമ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് കഴിക്കാം. ഐസ്ക്രീമൊക്കെ കഴിച്ചാൽ പനിയില്ല, അങ്ങോട്ട് നല്ല തണുപ്പുമുണ്ട്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ നമ്മൾ കുട്ടിക്കാനത്ത് എത്തിയിട്ടുണ്ടേ. അങ്ങേ സൈഡിലോട്ട് നമ്മൾ പെരിയാറിന് പോകുന്ന വഴിയാണ്. ഇത് നമ്മൾ ഏലപ്പാറ റൂട്ടാണ് ഇങ്ങോട്ട് തിരിഞ്ഞത്. പെരിയാറ് പോകുന്ന റൂട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. എൻ്റെ വീട്ടിലോട്ട് നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ സ്ഥലമെല്ലാം വിട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണാനായിട്ടോ. ഇതാണ് നമ്മുടെ മരിയൻ കോളേജ്, കുട്ടിക്കാനം മരിയൻ കോളേജാണിത്. അപ്പം നമ്മൾ നേരെയാണ് പോകുന്നത്. അവിടെ തേയിലത്തോട്ടമൊക്കെ ഉണ്ട്, നല്ല രസമല്ലേ ഇവിടെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ നല്ല രസമായിരുന്നേ. നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. വെയിൽ നല്ല ശക്തമായ വെയിലുണ്ടെങ്കിലും കാറ്റും നല്ല തണുപ്പും ഉണ്ട്. അപ്പം നമുക്ക് വെയിലിൻ്റെ ആ ചൂടിൻ്റെ കാഠിന്യമൊന്നും അറിയത്തില്ലേ. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നേ. ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ ചോറും രാവിലത്തെ കാപ്പി ഉണ്ടാക്കിയതെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാമല്ലോ, അങ്ങനെ വിചാരിച്ച് ഞങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ നല്ല വെയിലുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒത്തിരി ദൂരമൊന്നും അങ്ങോട്ട് പോകുന്നില്ല. അപ്പം കുറച്ച് അങ്ങോട്ട് പോയിട്ട് നമുക്ക് പക്ഷേ ഞങ്ങൾ ഇതിനൊരു ഡിസ്പോസലിൻ്റെ പാത്രങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. 2-3 ആളെണ്ണം വാങ്ങിച്ചേ ഭക്ഷണം കഴിക്കാനായിട്ട്. എന്നിട്ട് വെള്ളമൊക്കെ വാങ്ങിച്ചു. പിന്നെ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കൈ കഴുകാനൊക്കെ വേണമല്ലോ. അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മളങ്ങനെ പോവുകയാണേ. അപ്പം താഴത്തെ വ്യൂ ആണിത്. നല്ല രസം, ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ ചേട്ടനൊന്ന് ഇറങ്ങി മോളൊക്കെ ആയിട്ടൊന്ന് ഇറങ്ങിക്കാണ്ട്. ഞാൻ ഇറങ്ങിയില്ല, വെയിലായതുകൊണ്ടേ. അവരിറങ്ങി കുറേ നേരമൊക്കെ അവിടെ നിന്ന്, പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നേ. എന്നിട്ട് നടന്നു പോവാം ഞങ്ങൾ. ഗൈസ്, അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. നല്ലൊരു സ്പോട്ട് കണ്ട് നിർത്തിയതാണ്. അപ്പോൾ കഴിക്കാനായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് എടുക്കാം. കഴിക്കാനായിട്ട് ഞങ്ങൾ നല്ലൊരു സ്പോട്ട് കണ്ടുവച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ മണ്ട കാണാൻ. അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് ചോറും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ക്രിസ്മസിന് രാവിലെ കാപ്പിക്കുണ്ടാക്കിയതൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ചേട്ടന് ചോറ് കൊടുക്കുവാണ്. പിന്നെ ഞങ്ങളും കഴിച്ച് പിന്നെ ചോറും കപ്പയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂടി പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കണ്ടല്ലോ, നമുക്ക് വീട്ടിൽ നിന്ന് രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പം നമുക്കൊന്ന് വെറുതെ പുറത്ത് പോകുമ്പോൾ അങ്ങനെ വാങ്ങിക്കാതെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം തന്നെ കഴിക്കുമ്പോൾ അതും വേറൊരു സുഖം തന്നെയല്ലേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് നേരം അവിടെ നിന്ന് എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോവുകയാണേ, തിരിച്ചു പോവുക വീട്ടിലേക്ക്. നമ്മുടെ കാഞ്ഞിരപ്പള്ളിക്ക് തന്നെ തിരിച്ചു പോരാനായിട്ട് അവിടുന്ന്.
അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര തിരിക്കുവാണേ. ഭക്ഷണം എല്ലാം കഴിച്ചു, എല്ലാവരും നല്ല ഹാപ്പിയാണേ. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാവേ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും പെരുവന്താനത്തൊരു നല്ലൊരു വ്യൂ കണ്ടു. അപ്പോൾ നമുക്ക് അവിടെ നിർത്താമെന്ന് പറഞ്ഞ് നല്ല താഴ്ചയുള്ള കൊക്കയാണ് കേട്ടോ. ഞങ്ങളവിടെ നിന്ന് അതെല്ലാം കണ്ടു. പിന്നെ എനിക്കൊരു ചെരുപ്പ് മേടിക്കണമായിരുന്നു. നമ്മൾ തിരിച്ച് കാഞ്ഞിരപ്പള്ളി വന്നു കേട്ടോ. അപ്പോൾ മുണ്ടക്കയൊക്കെ വന്ന വീഡിയോ ഒന്നും പിടിച്ചില്ല. അപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളി വന്ന് ചെരുപ്പ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പം കുറേ സെലക്ട് ചെയ്ത്, എനിക്ക് പെട്ടെന്നൊന്നും ചെരുപ്പ് സെലക്ട് ചെയ്യാൻ കിട്ടത്തില്ലേ. ഞാൻ കുറേയൊക്കെ നോക്കി കിട്ടാണ്. കുറേ 2-3-4 സൈസ് ചെരുപ്പ് എടുത്തു. എന്നിട്ട് വേറെ നല്ലൊരു ചെരുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതെടുത്തു. എന്നിട്ട് നമുക്കൊന്ന് പൊൻകുന്നത്തിന് പോകണമായിരുന്നേ. പിന്നെ ചെരുപ്പൊക്കെ വാങ്ങിച്ചു. ഒത്തിരി സന്ധ്യയായിരുന്നു, ഒരു 5:30 കൂടി ആയിരുന്നു ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി വന്നപ്പോൾ. എന്നിട്ട് പൊൻകുന്നത്തിന് പോവുകയാണേ. അവിടെ ചെന്നപ്പോഴത്തേക്കും അങ്ങോട്ട് നല്ല വെയിലായിരുന്നു. വെയിലിന് നമ്മുടെ ഇവിടെ നല്ല ചൂടല്ലേ. പെട്ടെന്ന് തണുപ്പത്തുനിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴേ നമുക്ക് ഭയങ്കര ചൂടല്ലേ ഇങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പൊൻകുന്നം നമ്മുടെ കൊട്ടാരം റെസ്റ്റോറൻറ്റിൽ ചെന്നേ. അപ്പം 4 പേർക്കും ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുക. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, എന്നാലും താമസം കിട്ടി. പിന്നെ ഞങ്ങൾ കഴിച്ചു. അങ്ങനെ ഏത്തക്ക ബോളിയും ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ഒരാൾക്ക് സമൂസ മതിയെന്ന് പറഞ്ഞ് വാങ്ങിച്ചു. അതുകൊണ്ട് സമൂസ ഇഷ്ടപ്പെട്ടില്ല, കാരണം ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് പലഹാരങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു തോന്നുന്നു. അപ്പം അതാണ് അവൾ ഇഷ്ടപ്പെടാതിരുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് കാഞ്ഞിരപ്പള്ളി നമ്മുടെ വണ്ടി കയറ്റി ഇടുന്നിടത്ത് വന്നേ. അപ്പം അങ്ങോട്ടേക്ക് വണ്ടി കയറ്റി ഇടാനായിട്ട് പോവുകയാണേ. നമ്മൾ വണ്ടിയൊക്കെ കയറ്റിയിട്ടു. അപ്പോൾ ഇന്നത്തെ യാത്ര ശുഭമായേ. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അപ്പോൾ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട്. സോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇവിടെ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.